നമ്മളെല്ലാവരും താമരയുടെ ട്യൂബർ എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണല്ലോ ചെയ്യുന്നത്. വെള്ളത്തിലിട്ട് റൂട്ട് വന്ന് ലീഫൊക്കെ വന്നിട്ടല്ല എല്ലാവരും നടുന്നത്. അങ്ങനെ ആയിരിക്കും എല്ലാവരും നടുന്നത്. അങ്ങനെയുള്ളവർ ഇതുപോലെ തെളിഞ്ഞ വെള്ളത്തിൽ വേണം നമ്മൾ ഇട്ട് വയ്ക്കാനായിട്ട് കേട്ടോ. ഇവിടെ തെളിഞ്ഞ വെള്ളത്തിൽ ട്യൂബേഴ്സ് ഇട്ട് വയ്ക്കണം. അതുപോലെ ഈ താമര നട്ട് വെച്ചിരിക്കുന്ന പോട്ടിലൊക്കെ ഉണ്ടല്ലോ, ഇതുണ്ടോ, ഇതുപോലെ അങ്ങനെ ഇട്ട് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ പായലുണ്ടാവും. ഇതുകൊണ്ടല്ലേ, ഈ പായലെല്ലാം കൂടെ ട്യൂബറെ കയറി അങ്ങോട്ട് പിടിച്ചിട്ട് ആ ട്യൂബർ അങ്ങോട്ട് നശിച്ചു പോകും കേട്ടോ. ചിലപ്പം പായൽ കയറിയിട്ട് ഗ്രോറ്റിപ്പയിലൊക്കെ കയറി പിടിച്ച് അങ്ങോട്ട് നശിച്ചു പോകും. പുതിയ ലീഫൊക്കെ അങ്ങോട്ട് കുളമായി പോകും. അങ്ങനെ ഒരു ട്യൂബർ കാണിക്കാവേ. ഇത് കണ്ടോ, ഇത് രണ്ടും ഒരു ട്യൂബറായിരുന്നു. എന്നിട്ട് വെള്ളത്തിൽ ഇതുപോലെ ഞാൻ താമരയുടെ പോട്ടിലിട്ട് കഴിഞ്ഞപ്പം ഇതുപോലെ നശിച്ചു പോയത് കണ്ടില്ല, കറുത്ത് ആ ട്യൂബറിലൊക്കെ കറുത്ത് കയറി അങ്ങ് പിടിച്ച് പായൽ കയറി പിടിച്ച് മൊത്തം ഇവിടെ മുഴുവൻ പായലായിരുന്നു. എന്നിട്ട് ഞാനതിനെ മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഞാൻ അത് കാണാതെ പോയതാണ് കേട്ടോ. ലീഫ് വന്ന് മൂടി കാണാതെ പോയതാണ്. അപ്പം ഇങ്ങനെ ആയിപ്പോയി കേട്ടോ. എന്നിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് സാഫിനകത്തൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാനതേ നല്ല ബോട്ടിൽ വെള്ളത്തിലിങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് റൂട്ടെല്ലാം വന്നു കഴിയുമ്പം വേണം എനിക്ക് നട്ട് വയ്ക്കാൻ. കണ്ടില്ല, ഇങ്ങനെ അഴുകിപ്പോകും കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കാതെ നോക്കാതെയൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പായലൊക്കെ കയറുന്നുണ്ടല്ലോ. ഇത് മുഴുവൻ പായലാണ്. അപ്പം ഇതെല്ലാം ഇങ്ങനെ കയറി മൊത്തം നശിച്ചു പോവുക. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും താമരയുടെ ബോട്ടിലൊന്നും ഇട്ട് വയ്ക്കരുത്. നല്ല ക്ലിയറായ വെള്ളത്തിൽ മാത്രമേ ഇട്ട് വയ്ക്കാവുള്ളേ.